ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും വീഡിയോ കണ്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് ആദ്യമേ നമ്മളൊരു കത്തിയുടെ സ്റ്റാൻഡ് ഉണ്ടാക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത്. എനിക്ക് വൈകിട്ട് വിനിച്ചേട്ടനോട് ഞാൻ ചോദിച്ചിട്ട് നമ്മളിങ്ങനെ വരച്ച് കൊടുക്കും ഞാൻ. അപ്പോൾ അതുപോലെ എനിക്ക് ഉണ്ടാക്കി തന്ന കത്തിയെല്ലാം തുരുമ്പെടുത്ത് പോവേ. അപ്പോൾ ഇങ്ങനെ തൂക്കിയിടാൻ വേണ്ടി ഈ കത്തി തൂക്കി ഞാനത് കാണിച്ചു തരാം. റീപ്പയുടെ കഷ്ണങ്ങൾ കിടപ്പുണ്ടായിരുന്നു ഇവിടെ. റീപ്പ കഷ്ണങ്ങളൊക്കെ എടുത്ത് അതിൻ്റെ ചെറിയ നമുക്ക് നമ്മൾ പാത്രം കഴുകുന്ന സിങ്കിൻ്റെ അടുത്ത് ഇത് വയ്ക്കുന്ന കറക്റ്റ് ഒരു സ്പേസ് ഉണ്ടേ. അപ്പം ഈ ടൈലിൻ്റെയൊക്കെ പൊക്കത്തിൽ അവിടെ കൊള്ളുന്ന പോലെ കറക്റ്റ് അളവൊക്കെ എടുത്ത് ഞാൻ വരച്ച് കൊടുത്തേ. ഇത് ഫ്ലെക്സ് ക്യൂക്ക് വെച്ച് ഒട്ടിക്കുകയോ ചെയ്യുന്നുള്ളൂ, നമ്മൾ ആണിയൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. അപ്പം അതുപോലെ ഉണ്ടാക്കി തരാമെന്ന് ചോദിച്ചാൽ ശല്യപ്പോൾ കുറേ ദിവസമായി ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് ഉണ്ടാക്കി തരുമോ അത്. അവിടുത്തെ നമ്മളെവിടെയാണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഗത്തിൻ്റെ അളവെടുത്തേച്ച് അവിടെ കൊള്ളുന്ന പോലെ. ഇപ്പോൾ റീപ്പ കഷ്ണം തന്നെ വേണമെന്നില്ല, വലിയ പെട്ടെന്ന് കുതിർന്ന് പോകാത്ത എന്തെങ്കിലും കഷ്ണങ്ങൾ കിട്ടിയാലും മതി. പ്ലൈവുഡ് വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് അറിയത്തില്ല, എന്നാലും പോകത്തില്ലായിരിക്കും കണ്ടോ. എന്നിട്ട് ഈ കത്തി നമ്മൾ ഇവിടുന്ന് അങ്ങനെ അങ്ങ് ഇട്ടാൽ മതി. അപ്പോൾ അത് വെള്ളം വാർന്നും പൊക്കോളും, തുരുമ്പും പിടിക്കത്തില്ല, ഒരു മൂലയിൽ സേഫായിട്ട് ഇരിക്കുകയും ചെയ്യുവേ. ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പൊക്കത്തിൽ വെച്ചു അതിലയിലൊക്കെ വെച്ചു പിന്നെ നമുക്ക് സ്ഥലം നഷ്ടപ്പെടുന്നില്ല കണ്ടോ. ഞങ്ങളുടെ പാത്രം കഴുകുന്ന സിങ്കിൻ്റെയൊക്കെ അടുത്ത് ആ സൈഡിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മളെ കൈക്ക് ഒന്നും കുഴപ്പമൊന്നും വരികയില്ല. അവിടെ മൊത്തം കറ പിടിച്ച് പോകും. ഞങ്ങളുടെ അവിടെയൊക്കെ എപ്പോഴും കറ പിടിച്ചിരിക്കുക. പിന്നെ കൂർക്ക അടുത്തൊരു ചെറിയ ടിപ്പാണ്. ചിലർക്കൊക്കെ ഇഷ്ടപ്പെടത്തില്ലായിരിക്കുന്നു ഞാൻ കാണിക്കുന്ന കാണുമ്പം, കളിയാക്കുകയൊന്നും ചെയ്യട്ടെ. ഞാനിങ്ങനെയാണ് കൂർക്ക ഞാൻ സ്ഥിരമായിട്ടൊരു ഗ്ലൗസ് എടുത്ത് മാറ്റി വെച്ചേക്കുവാണ്. ഇപ്പം ഞാനത് കാണിക്കാത്ത ആ ഗ്ലൗസിൻ്റെ സ്ഥിതി ഭയങ്കര അധോഗതിയാണ്. അതുപോലെ ഇരിക്കും. കൂർക്ക ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ കൈയാണെങ്കിലും ഞാനൊക്കെ ഒത്തിരി സോപ്പൊക്കെ ഉപയോഗിക്കുമ്പോൾ എനിക്ക് ഭയങ്കര അലർജി ഉണ്ടാവുമേ. അപ്പോൾ കണ്ടോ നല്ലപോലെ കഴുകിയെടുക്കാം. നമ്മുടെ കയ്യിൽ ഒട്ടും പറ്റത്തില്ല. ഇതുപോലെ ഗ്ലൗസ് ഇട്ട് വെച്ചാൽ ജോലിക്ക് പോകുന്നവർക്കൊക്കെയാണ് എത്രയായാലും നമ്മുടെ കയ്യിൽ ഇച്ചിരി പറ്റുമല്ലോ. ഇത് കണ്ടോ ഒരു തുള്ളി പോലും പറ്റുകയില്ല. എന്നിട്ട് നമ്മൾ വെള്ളം മാറി മാറി എടുത്തേച്ച് ഇതുപോലെ ഇങ്ങനത്തെ ഈ സാധനം ഉണ്ടല്ലോ, ഈ തവി, അതും കൊണ്ട് കോരി ഇങ്ങോട്ട് എടുക്കുക. ഈ കോരുന്ന ഇതും കൊണ്ട് ഒരു ഇച്ചിരി പോലും നമ്മുടെ കയ്യിലോ ഒന്നും പറ്റിയില്ല. സാധാരണ ചിലവരൊക്കെ ഈ കൂർക്കുണ്ടല്ലോ തിളപ്പിച്ചുമൊക്കെ തൊലിയോടെ തിളപ്പിക്കുമ്പോൾ അതിന് പിന്നെ രുചി എന്നതായിരിക്കുന്നത്. പിന്നെ പക്ഷേ ഇത് എളുപ്പമാണ്. ഒരു ഗ്ലൗസ് 5 രൂപ കണ്ട് ഉള്ളെന്ന് തോന്നുന്നു ഒരു ജോഡി ഗ്ലൗസിനും കണ്ട്. അപ്പോൾ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ വൈകുന്നേരം അരിഞ്ഞ് ഫ്രിഡ്ജിൽ വയ്ക്കുന്ന രാവിലെ കറിക്കായിട്ടേ. അപ്പം നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വെച്ചത് കണ്ടോ. ഒട്ടും കയ്യിലൊന്നും പറ്റിയിട്ടില്ലെന്നൊക്കെ ഞാൻ ഈ കാണിച്ചു തരുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരൊക്കെ കാണുമായിരിക്കും, എന്നാലും അത് അറിയത്തില്ലാത്തവരാരേലുമൊക്കെ ഉണ്ടെങ്കിലേ. പിന്നെ നമ്മളൊരു ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുന്നത്. 2 കളർ നൂലും ഒരു സൂചിയും മാത്രം മതി ചെയ്യാൻ. പിന്നെ എവിടെയാണോ ചെയ്യേണ്ടത് അവിടെ ചെയ്ത് കൊടുത്താൽ മതിയേ. ഇതുപോലെ ഇപ്പം ഞാൻ വരയ്ക്കുന്ന പോലത്തെ ഷേപ്പിൽ വരയ്ക്കാം. നമ്മൾക്ക് എന്ത് ഷേപ്പോ എന്ത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ആദ്യം നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് പോലെ ഇതുപോലെ ഇച്ചിരി ഭാഗങ്ങൾ കുത്തിയെടുത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം ആ നൂലൊക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ട് ചെറിയ ഭാഗങ്ങൾ കുത്തിയെടുത്തില്ലേ, അതുപോലെ തന്നെ ഇത് ശരിക്കും റണ്ണിങ് സ്റ്റിച്ച് എന്നാണ് പറയുന്നത്. ഞാൻ ഈ സ്റ്റിച്ചിൻ്റെ പേര് പറയലാത്തതുകൊണ്ടല്ലോ, ശരിക്കും അത് ചെയ്യേണ്ട മെതേഡൊന്നും ആയിരിക്കില്ല. ഞാൻ എളുപ്പത്തിനൊക്കെയാണ് ഓരോന്ന് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ശരിക്കും പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ അത് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പേരുകൾ പറയലാത്തത്. ഇത് ശരിക്കും ഇങ്ങനെ തന്നെ ചെയ്ത് ഓരോന്ന് കുത്തിയെടുക്കാൻ നമുക്ക് സമയനഷ്ടമായതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സൂചി ഇങ്ങനെ ഏകദേശം ഭാഗങ്ങൾ വരുന്ന പോലെ കുത്തിയെടുത്ത് ഇങ്ങനെ ഇങ്ങോട്ട് വരിച്ചിങ്ങും എടുക്കും. അന്നേരം നമുക്ക് അത്രയും സമയവും എളുപ്പമുണ്ട്. ഇല്ലെങ്കിൽ ഓരോ പ്രാവശ്യം കുത്തി താഴെ ഇറക്കി മേലെ കൊണ്ടുവന്ന് വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യാൻ. കൈത്തൈൽ അറിയാൻ മേലാത്ത ആൾക്കാരൊന്നും ഇല്ലല്ലോ. പിന്നെ അടുത്ത കഴിയുന്നവർ ഇതുപോലെ തന്നെ കയറ്റി സൂചിയിൽ ആഡ് ചെയ്തെടുത്തേച്ച് പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ തന്നെ സൂചിയുടെ ബാക്ക് സൈഡ് കൊണ്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നേ. ഇനി ഇപ്പം നമ്മൾ ചെയ്ത ആ ഓരോ കുത്തിയെടുത്ത ഭാഗങ്ങളില്ലേ അതിലേക്കൂടെ ഒന്ന് ഈ വശത്തു നിന്ന് എടുക്കുവാണെങ്കിൽ അടുത്ത വശത്തു നിന്ന് വലിച്ച് ഒത്തിരി വലിച്ച് ടൈറ്റ് ആക്കണ്ട, അങ്ങ് കൊള്ളിച്ചങ്ങ് വെച്ചാൽ മതി. നല്ലൊരു ഡിസൈനാണ് ഇത്. കഴിയാനൊന്നും പോകത്തില്ല. 2 കളർ നൂല് മാത്രം മതി. പിന്നെ സൂചി വേണം. പിന്നെ നമ്മൾ ചുരിദാറിൻ്റെ കഴുത്തേലോ കയ്യേലോ ഡ്രസ്സ് എവിടെ എന്നാ രീതിയിലാണ്. ഞാനാണെങ്കിൽ കൂടുതലും ഈ നമ്മുടെ സ്ലിറ്റ് ഭാഗമൊക്കെ വരികയല്ലേ അവിടെയൊക്കെ ഇതുപോലെ ചെയ്ത് വെക്കുവേ. ഇങ്ങനെ എന്നാ പറയുന്നത്, ഈ സ്റ്റാർ പോലെ ഈ കൂട്ട് കർവ് പോലെയോ നമ്മുടെ വരയ്ക്കുന്ന പോലെയോ യു വരയ്ക്കുന്ന പോലെയോ ഇപ്പം ആർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറയുന്നെന്നുള്ളതേ ഉള്ളേ. അതുപോലെ ഈ ഷേപ്പിലും ഒക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുള്ളേ. അവധി ആയതുകൊണ്ട് അപ്പം എല്ലാവർക്കും നാളെ കാണാം. ഓക്കെ, ബൈ.